ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വാദം കേൾക്കുന്നതായിരിക്കും. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമാണ് വാദം കേൾക്കുക. സ്വർണ്ണക്കൊള്ളയിൽ സ്വമേധയായി എടുത്ത കേസാണ് ജസ്റ്റിസുമാരായ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത്. അമൽ തേനമ്പറമ്പിലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുള്ളത്. അമൽ, ഗുഡ് മോർണിംഗ്. തന്ത്രിയൊക്കെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. കോടതിയിൽ കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും നടപടികൾ? എന്തെല്ലാം പ്രതീക്ഷിക്കാം? തന്ത്രിയെ സംബന്ധിച്ച് നിർണായക ദിവസമാണ്. പക്ഷേ SIT പ്രതീക്ഷിക്കുന്നത് ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാനിടയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള, മുരാരി ബാബു അടക്കമുള്ള ആളുകൾ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങുമ്പോഴത്തെ ആ ചിരിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊരു ചിരി ഈ തന്ത്രിയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് SIT പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്കൊക്കെ ജാമ്യം ലഭിച്ചത് സ്വാഭാവിക ജാമ്യം എന്നുള്ള നിലയ്ക്ക് 90 ദിവസമായും കുറ്റപത്രം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി ജാമ്യം നൽകിയത്. പക്ഷേ ഈ തന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അറസ്റ്റിലായിട്ട് ഇപ്പോൾ അധികം ദിവസം ആകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നും തന്ത്രി പുറത്തിറങ്ങുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള കാര്യവും സ്വാഭാവികമായും SIT കോടതിയെ അറിയിക്കും. ആ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം തൊണ്ടിമുതൽ അടക്കമുള്ളവ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രധാന വിഷയം നിലനിൽക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക കണ്ണിയാണ് തന്ത്രി എന്നുള്ളതാണ് SIT കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജാമ്യം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂജ.